കെ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം AK. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ പുതിയ അപ്ഡേഷൻ വന്നതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. മുന്നേ 4000 വാച്ച് അവർ എന്നുള്ളതൊക്കെ ഇപ്പം ഫെബ്രുവരി 1 മുതൽ 8000 വാച്ച് അവർ ആക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. അതേപോലെ ഷോർട്സിനാണെങ്കിൽ 20 കോടി ആൾക്കാർ വ്യൂസായിട്ട് വേണം. അപ്പോൾ ഭയങ്കര ടാസ്ക്കായിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ളവർ കുറച്ചൊന്ന് ഉത്സാഹിച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 1 മുന്നേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ 4000 വാച്ച് അവർ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും നമുക്ക് നിങ്ങൾ നീളമുള്ള വലിയ വീഡിയോകൾ ചെയ്യുക, ലോങ് വീഡിയോകൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ആദ്യത്തെ 10 മിനിറ്റ് നിങ്ങൾ ആളുകളെ ആകർഷിക്കത്തക്ക വിധത്തിൽ ഇൻട്രോ കൊടുക്കുക. അതായത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അവർക്ക് അയ്യോ ഇത് വേണ്ട, ഉറക്കം തോന്നുന്ന പോലത്തെ ഒരു വീഡിയോ ആണെങ്കിൽ അവരാരും കാണാൻ നിൽക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആ വീഡിയോയിൽ അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ എന്തായാലും ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള പല ടോപ്പിക്കുകൾ എടുത്തിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. മെയിനായിട്ട് യൂട്യൂബ്, പിന്നെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കുക്കറി ഷോകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്യൂട്ടി ടിപ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്ത് അവരെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കത്തക്ക വിധത്തിൽ അവരെ യൂട്യൂബിൽ പിടിച്ചിരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കറക്റ്റായിട്ട് നിങ്ങൾ ലൈവ് സ്ട്രീമിംഗ് നടത്തുക. ലൈവ് സ്ട്രീമിങ്ങിലൂടെ നിങ്ങൾ ചാനലിൽ 100 പേര് നിങ്ങൾ വാച്ചിങ്ങിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 മണിക്കൂർ തന്നെ ആ ഒരു വാച്ച് അവർ സ്ട്രീമിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ലൈവ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. എത്ര കണ്ട് നിങ്ങൾക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നോ അത്ര സമയം നിങ്ങൾ ലൈവിന് വേണ്ടി മാറ്റി വെക്കുക. സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാസ്റ്റ് ചെയ്യുക, ഗ്രീൻ കാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രീൻ കാസ്റ്റ് ചെയ്യുക. അല്ല നിങ്ങൾ ഫേസ് ലൈവ് ആണെങ്കിൽ അത് ചെയ്യുക. ഇനി അതും അല്ലെങ്കിൽ ഫേസ് ലൈവ് അല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒക്കെ യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മെനക്കെടുക, കൂടുതൽ ആളുകളിലേക്ക് എത്തുക, എല്ലാ ലൈവിലും പോയിട്ട് മാക്സിമം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. തിരിച്ച് സപ്പോർട്ട് അവർ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ മുന്നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി 1 മുന്നേ തന്നെ നിങ്ങളുടെ ചാനൽ മോണിയാവും. ഇത് എൻ്റെ ഉറപ്പാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും മുന്നോട്ട് ചാനൽ കൊണ്ടുപോകണം എന്നുള്ളവരാണെങ്കിൽ എന്തായാലും ഇന്ന് മുതൽ തന്നെ ലൈവ് വീഡിയോ ഇടാൻ തുടങ്ങുക, ലൈവ് ചെയ്യുക, പരസ്പരം എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഏതൊരു വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ താഴെ നിങ്ങളെ കണ്ടിന്യൂഷൻ ആയിട്ടൊരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വീഡിയോ കാണുന്നവർ എന്തായാലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമെങ്കിലും ചെയ്യും ആ വീഡിയോയിലേക്കുള്ളത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണുമ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഇല്ലാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഏത് വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ താഴെ നിങ്ങളെ വേറൊരു വീഡിയോൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഷോർട്സ് ആയിക്കഴിഞ്ഞാൽ ഷോർട്സിൻ്റെ കീഴിൽ ലോങ് വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ലോങ് വീഡിയോൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുവഴി നിങ്ങളെ പ്രേക്ഷകർ അതിലേക്ക് എത്തിച്ചേരുകയും ആ വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് കുറച്ചുകൂടി വാച്ച് അവർ കിട്ടാനും സാധിക്കും. ആ വീഡിയോ കുറച്ചുകൂടി റീച്ച് കിട്ടാനും സാധിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ തംബ്നെയിൽ കൊടുത്ത പോലെ തന്നെ ആയിരിക്കണം യൂട്യൂബിൽ ഇടുന്ന വീഡിയോൻ്റെ മെയിൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ തംബ്നെയിൽ കൊടുത്തിട്ട് യൂട്യൂബിൽ വേറെ വീഡിയോ ആണെങ്കിൽ ആളുകൾ ഒരിക്കലും പിന്നെ നിങ്ങളുടെ വീഡിയോ നോക്കാൻ നിൽക്കില്ല. തംബ്നെയിൽ കള്ളത്തരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരിക്കലും നിങ്ങളുടെ വീഡിയോയിലേക്ക് ആൾക്കാർ വരില്ല. അതുകൊണ്ട് നിങ്ങൾ തംബ്നെയിൽ എന്താണോ കൊടുത്തത്, അല്ലെ ടൈറ്റിൽ എന്താണോ കൊടുത്തത്, അത് തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലും നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അത് ഒരിക്കലും നിങ്ങൾ ചേഞ്ചായി പോവാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരിക്കലും നമുക്ക് ആ വ്യൂവേഴ്സിനെ കിട്ടാൻ സാധിക്കില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടുകയും നമ്മുടെ ചാനലിൽ വാച്ച് അവർ കൂടുകയും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മോണി ആക്കാൻ സാധിക്കുകയും നിങ്ങളുടെ വീഡിയോകൾ വെച്ചിട്ട് പ്ലേ ലിസ്റ്റുകളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ കണ്ട് അവർ അടുത്ത വീഡിയോ അതിലേക്ക് ഓട്ടോമാറ്റിക് വരുന്ന വിധത്തിലായിരിക്കും പ്ലേ ലിസ്റ്റുകളിൽ ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ അതും കൂടി ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്പുകൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ എത്രയും പെട്ടെന്ന് മോണിയാകുകയും നിങ്ങൾക്ക് 4000 വാച്ച് അവർ ഇപ്പോൾ തന്നെ തികക്കാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് ആരും വെയിറ്റ് ചെയ്ത് സമയം കളയരുത്. എല്ലാവരും ഇന്ന് മുതൽ തന്നെ യൂട്യൂബ് ലൈവ് ചെയ്തും യൂട്യൂബിൽ ലോങ് വീഡിയോ ചെയ്തും നിങ്ങളുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ വരെ മോണിയായ ചാനലുകൾക്കൊന്നും ഈ പുതിയ നിയമം ബാധകമല്ല. 4000 വാച്ച് അവറിൽ ചാനൽ മോണി ആയവർക്കൊന്നും ഇത് ബാധകമല്ല. പക്ഷെ പുതിയ ചാനലുകൾ വരുന്നവർ ഫെബ്രുവരി 1 മുതൽ അങ്ങോട്ടുള്ള മോണി ആവാനുള്ളവരെ കാര്യമാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് ഫെബ്രുവരി 1 മുന്നേ തന്നെ എല്ലാവരും മോണി അപ്ലൈ ചെയ്ത് മോണി ആക്കിയിരിക്കുക ചാനൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കൂ. ബൈ.